പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യ 3 മൊഡ്യൂൾ ഇൻ്റർനാഷണൽ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ഇനി മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4ൻ്റെ പേര് ഫോറിൻ എക്സ്ചേഞ്ച് എന്നാണ്. വാട്ട് ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഈസ് എ ഫോറക്സ് മാർക്കറ്റ്, ഈസ് എ ഗ്ലോബൽ ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് വേർ കറൻസീസ് ആർ ട്രേഡഡ്. കറൻസി ട്രേഡ് ചെയ്യുന്ന ഗ്ലോബൽ ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റിന് എന്ത് പറയുക? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയാം. ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് വൺ കറൻസി ഫോർ അനദർ. ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഒരു രാജ്യത്തെ ഒരു കറൻസിയായിട്ട് മറ്റൊരു കറൻസിയായിട്ട് എന്ത് ചെയ്യാണ്? എക്സ്ചേഞ്ച് ഫെസിലിറ്റേറ്റ് ചെയ്യുക. അലോയിങ് ബിസിനസ്, ഗവൺമെൻറ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് ടു കൺവേർട്ട് വൺ കറൻസി ടു അനദർ ഫോർ വേരിയസ് പർപ്പസ് സച്ച് ആസ് ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ടൂറിസം ആൻഡ് സ്പെക്കുലേഷൻ. ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ടൂറിസം, സ്പെക്കുലേഷൻ എന്നീ കാര്യങ്ങൾ പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ബിസിനസ്മാൻ, ഗവൺമെൻറ്, ഇൻവെസ്റ്റേഴ്സ്, ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യുക? ഒരു രാജ്യത്തിലെ ഒരു കറൻസി മറ്റൊരു രാജ്യത്തിലെ കറൻസിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന അതിൻ്റെ മാർക്കറ്റ് എന്താ പറയുക? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയാം. ഇനി ഡിവാലുവേഷൻ ഈസ് എ ഡെലിബറേറ്റ് ഡൗൺവാർഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ദ വാല്യൂ ഓഫ് കൺട്രീസ് കറൻസി റിലേറ്റീവ് ടു അതർ കറൻസി വിത്തിൻ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഓർ ഇൻ റെസ്പോൺസ് ടു മാർക്കറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്യണം? ഗവൺമെൻറ് ആ രാജ്യത്തെ ഫിനാൻഷ്യൽ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? ആ രാജ്യത്തിലെ കറൻസിയുടെ മൂല്യം ഡെലിബറേറ്റ് ആയിട്ട് കുറക്കുന്നതിനെ എന്ത് പറയുക? ഡിവാലുവേഷൻ എന്ന് പറയാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇംപ്രൂവ് കൺട്രീസ് ട്രേഡ് ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് എക്സ്പോർട്ട് ചീപ്പർ ആകാനും ഇമ്പോർട്ട് മോർ എക്സ്പെൻസീവ് ആകാനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഡിവാലുവേഷൻ്റെ ഓപ്പോസിറ്റാണ്. ഡിവാലുവേഷനിൽ കറൻസിയുടെ മൂല്യം കുറയ്ക്കുകയാണെങ്കിൽ റീവാലുവേഷനിൽ എന്താണ്? ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കൺട്രി കറൻസി റിലേറ്റീവ് ടു അതർ കറൻസി. മറ്റു രാജ്യത്തിലെ കറൻസിയുടെ മൂല്യം ഡെലിബറേറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് എന്ത് പറയുക? റീവാലുവേഷൻ എന്ന് പറയുന്നത്. റീവാലുവേഷൻ ആർ ലെസ് കോമൺ ആൻഡ് മേ ബി യൂസ്ഡ് കൺട്രോൾ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓർ ടു അഡ്ജസ്റ്റ് എക്സ്ചേഞ്ച് റേറ്റ് ഇൻ റെസ്പോൺസ് ടു എക്കണോമിക് കണ്ടീഷനായിട്ട് എക്സ്ചേഞ്ച് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറൻസി റിലേറ്റീവ് ടു അതർ കറൻസി ഇൻ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. മാർക്കറ്റ് ഫോഴ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ്? കറൻസിയുടെ മൂല്യം മാർക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കുറയുന്നതിനെ എന്ത് പറയുക? ഡിപ്രീസിയേഷൻ എന്ന് പറയാം. ഡിപ്രീസിയേഷൻ ക്യാൻ ഒക്കർ ഡ്യൂ ടു ദ മാർക്കറ്റ് ഫോഴ്സ് സച്ച് ആസ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇംബാലൻസ്, എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്, ചേഞ്ച് ഇൻ ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ്. എന്നാൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ഇറ്റ് ഒക്കേഴ്സ് വെൻ കറൻസി ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് റിലേറ്റീവ് ടു അതർ കറൻസി. മറ്റു രാജ്യത്തെ കറൻസിൻ്റെ മൂല്യം ഇൻക്രീസ് ചെയ്യുന്നത്. അപ്രീസിയേഷൻ ചെയ്യുന്നത് അതിൻ്റെ രാജ്യത്തിലെ കറൻസി എക്സ്പോർട്ടിൻ്റെ ഇത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലും മാർക്കറ്റ് ഫോഴ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്രീസിയേഷനും സാധ്യമാകുന്നത്. അടുത്തത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇൻ എ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ദ വാല്യൂ ഓഫ് കൺട്രീസ് കറൻസീസ് പെഗ്ഡ് ഓർ ഫിക്സഡ് ടു അനദർ മേജർ കറൻസി. മറ്റൊരു രാജ്യത്തിലെ മറ്റൊരു കറൻസിയായിട്ട് ഒരു ഫിക്സ് ചെയ്യുക എക്സ്ചേഞ്ച് റേറ്റ്, ഒരു മേജർ കറൻസിയായിട്ട്. അതിനെന്ത് പറയാം? ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു രാജ്യത്തിലെ കറൻസിയുടെ മൂല്യം എന്ത് ചെയ്യാണ്? ഫിക്സ് ചെയ്ത് വെക്കുക മറ്റൊരു മേജർ കറൻസിയായിട്ട്. പ്രധാനമായിട്ട് US ഡോളർ റേറ്റാണ് ഇത് ചെയ്യാറുള്ളത്. ഓർ ബാസ്ക്കറ്റ് ഓഫ് കറൻസി ഇറ്റ് മേ ബി ഡയറക്റ്റ്ലി ഫിക്സ്ഡ് ബൈ ഗവൺമെൻറ്. ദ സെൻട്രൽ ബാങ്ക് ഇൻ്റർവെൻസ് ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ടു മെയിൻറ്റെയിൻ ഫിക്സഡ് റേറ്റ്. ഇനി ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്, ഇൻ എ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ദ വാല്യൂ ഓഫ് കറൻസി ഡിറ്റർമിൻഡ് ബൈ മാർക്കറ്റ് ഫോഴ്സ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് പറഞ്ഞാൽ മാർക്കറ്റ് ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ കറൻസിയുടെ മൂല്യം ഡിറ്റർമിൻ ചെയ്യുന്നതിന് ഫ്ലെക്സിബിൾ ആയിരിക്കും. അതിനെന്ത് പറയും? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാം. സെൻട്രൽ ബാങ്ക് മേ ഇൻ്റർവെൻ ഒക്കേഷണലി ബട്ട് ജനറലി അലോ ദ എക്സ്ചേഞ്ച് റേറ്റ് ടു ഫ്ലക്ച്വേറ്റ് ബേസ്ഡ് ഓൺ എക്കണോമിക് കണ്ടീഷൻ. സെൻട്രൽ ബാങ്ക് ചില സമയങ്ങളൊക്കെ ഇടപെടും, എന്നാൽ ജനറലി എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുക എക്കണോമിക് കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അടുത്തത് ഹൈബ്രിഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം കമ്പൈൻ എലമെൻറ്റ്സ് ഓഫ് ബോത്ത് ഫിക്സഡ് ആൻഡ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിന് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൻ്റെയും കോമൺ എലമെൻറ്റ്സ് എടുത്തുകൊണ്ട് അത് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ കൺട്രി മേ ഹാവ് മാനേജ്ഡ് ഫ്ലോട്ട് വേർ സെൻട്രൽ ബാങ്ക് അലോസ് ദ എക്സ്ചേഞ്ച് റേറ്റ് ടു ഫ്ലക്ച്വേറ്റ് വിത്തിൻ സെർട്ടൺ റേഞ്ച് ഇതിരെ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ അനുവദിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? ഈ എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനെ ഇൻ്റർവെൻറ്റ് ചെയ്യും, പ്രിവെൻറ്റ് എക്സ്ട്രീം മൂവ്മെൻറ്റ് ടു അച്ചീവ് സ്പെസിഫിക് പോളിസി ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഒരു പരിധി വരെ എന്തെങ്കിലും ഫ്ലെക്സിബിൾ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഇനി ആർബിട്രേജ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് പ്രൈസ് ഡിഫറൻസ് ഓഫ് സെയിം അസറ്റ് ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ് ടു മേക്ക് പ്രോഫിറ്റ്. ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് മാർക്കറ്റിൽ ഉള്ള
ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അസറ്റിൻ്റെ പ്രൈസുള്ള വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിലൂടെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയിട്ട് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നതിന് എന്ത് പറയാം, ആർബിട്രേജ് എന്ന് പറയും. ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആർബിട്രേജസ് എക്സ്പ്ലോയിറ്റ് discrepancy in exchange rate between different market or currency pairs by buying low and selling high to equalize price and earn profit. ഈ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് എക്സ്ചേഞ്ച് റേറ്റുള്ള മൂല്യത്തിൻ്റെ അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് മാർക്കറ്റിലെ കറൻസിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈങ് ലോ ആൻഡ് സെല്ലിംഗ് ഹൈ ടു ഈക്വലൈസ് പ്രൈസ് ആൻഡ് എർൺ പ്രോഫിറ്റ്. ആർബിട്രേജ് ensure that exchange rate remain relatively to consistent across market. ഇനി അടുത്ത് ഹെഡ്ജിങ്. A foreign exchange hedge is a method used by companies to eliminate hedge their foreign exchange risk resulting from transaction in foreign currency. ഫോറിൻ കറൻസിയിലുള്ള റിസ്ക് ഇതുണ്ടാവും. ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അവിടെ റിസ്ക് ഉണ്ടാവും, മൂല്യം ചിലപ്പോൾ കുറയാൻ കൂടാം. ആ റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന മെത്തേഡിനെ എന്താ പറയുക, ഫോറിൻ എക്സ്ചേഞ്ച് ഹെഡ്ജ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഇതോടുകൂടി 4ാമത്തെ മൊഡ്യൂളും അവസാനിച്ചിരിക്കുന്നു.